നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാംസങ് ഗാലക്സി A20s എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ വന്നിരിക്കുകയാണ്. ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ എല്ലാ കമ്പനികളും നമുക്കറിയാം പഴയ ഒരു മോഡലിലെ കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി അപ്ഗ്രേഡഡ് ആയിട്ട് ഓരോ വെർഷൻസൊക്കെ ഇറക്കുക എന്നുള്ളത് എല്ലാ സ്മാർട്ട് ഫോൺ കമ്പനികളുടെ ഒരു രീതി തന്നെയായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സാംസങ്ങും M സീരീസിലും അതുപോലെ തന്നെ A സീരീസ് സ്മാർട്ട് ഫോണുകളും ഓരോരോ മാറ്റങ്ങളൊക്കെ വരുത്തി അപ്ഡേറ്റഡ് വെർഷനിലൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. സാംസങ് ഗാലക്സി A20യുടെ ഒരു അപ്ഗ്രേഡ് വെർഷനായിട്ടാണ് A20s എന്ന ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. ആദ്യം തന്നെ സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് പോയി നോക്കാം. 6.5 ഇഞ്ച് ഇൻഫിനിറ്റി V ഡിസ്പ്ലേ സെറ്റപ്പുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. V നോച്ച് ഡിസൈനും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നു. 19.5:9 ആസ്പെക്ട് റേഷ്യോയോട് കൂടിയാണ് ഈ ഡിസ്പ്ലേ ഭാഗമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. 720x1516 പിക്സൽ റെസൊല്യൂഷനാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് നമുക്ക് കിട്ടുക. 81.77% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്ത് കിട്ടുന്നുണ്ട്. പ്രൊസസ്സർ കാര്യം നോക്കുമ്പോൾ Qualcomm Snapdragon 450 എന്ന നല്ലൊരു പ്രൊസസ്സർ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നു. 1.8 GHz ക്ലോക്ക് സ്പീഡ് ഉണ്ട്. Adreno 506 ആണ് ഇവിടെ GPU ആയിട്ട് സാംസങ് നൽകിയിരിക്കുന്നത്. 3GB RAM 32GB സ്റ്റോറേജിലും 4GB RAM 64GB സ്റ്റോറേജിലും നമുക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോണുകൾ ലഭ്യമാണ്. 512GB വരെ മൈക്രോ എസ്ഡിയുടെ സഹായത്തോടെ നമുക്ക് സ്റ്റോറേജ് കൂട്ടാൻ സാധിക്കും. 4G സ്മാർട്ട് ഫോണാണ്. ഡ്യുവൽ സിം കാർഡ് പോർട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ക്യാമറ വരുന്നത് A20യിൽ നമുക്കൊരു ഡ്യുവൽ ക്യാമറ സെറ്റപ്പായിരുന്നു കിട്ടിയിരുന്നത്. എന്നാൽ A20sലെ ഒരു അപ്ഡേറ്റഡ് വേർഷനിലേക്ക് വന്നപ്പോൾ അതൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പായിട്ട് നൽകിയിട്ടുണ്ട്. 13 മെഗാപിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ക്യാമറ, 5 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ എന്നിങ്ങനെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ മെയിൻ ക്യാമറകൾ വരുന്നത്. 1.8 ആണ് അതിൻ്റെ ഫിസിക്കൽ അപ്പർച്ചറും കാര്യങ്ങളൊക്കെ നൽകിയിരിക്കുന്നത്. LED ഫ്ലാഷ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഭാഗത്ത് കിട്ടുന്നുണ്ട്. സാധാരണയുള്ള ഡിജിറ്റൽ സൂമിംഗ് സംവിധാനവും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 8 മെഗാപിക്സലിൻ്റെയാണ്. f2.0 ഫിസിക്കൽ അപ്പർച്ചറോട് കൂടിയാണ് ആ ഒരു ക്യാമറ ലെൻസ് വന്നിരിക്കുന്നത്. 4000 mAh ബാറ്ററി കപ്പാസിറ്റി നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിൽ കിട്ടുന്നു. ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഉണ്ട്. 15 വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സംവിധാനം ഉള്ള ഒരു ചാർജർ നമുക്ക് ഇൻ ദ ബോക്സ് നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണിനൊപ്പം കിട്ടുന്നുണ്ട്. ഓഡിയോ ജാക്ക് 3.5mm ഓഡിയോ ജാക്ക് കിട്ടുന്നുണ്ട്. ടൈപ്പ് C പോർട്ടാണ്. അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ് സെൻസർ റിയൽ ഭാഗത്ത് നൽകിയിരിക്കുന്നു. സാംസങ് ഗാലക്സി A20യുമായിട്ട് വ്യത്യാസം നോക്കുമ്പോൾ ഇവിടെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് സ്മാർട്ട് ഫോണിൽ നൽകുന്നുണ്ട്. നേരത്തെ Exynos 7 എന്ന പ്രൊസസ്സറായിരുന്നു സാംസങ് ഗാലക്സി A20യിൽ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ A20sലേക്ക് വന്നപ്പോൾ അതൊരു സ്നാപ്ഡ്രാഗണിൻ്റെ പ്രൊസസ്സറാക്കി മാറ്റിയിട്ടുണ്ട്. ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഒരു കുറവായിട്ട് പറയാനുള്ളത് സാംസങ് ഗാലക്സി A20യിൽ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആയിരുന്നു നൽകിയിരുന്നത്. ഇതിനേക്കാൾ കൂടുതൽ സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഒക്കെ നമുക്ക് ആ ഒരു ഡിസ്പ്ലേ ഭാഗത്ത് കിട്ടിയിരുന്നു. എന്നാൽ ഇവിടെ വന്നപ്പോൾ അതൊരു LCD ഡിസ്പ്ലേ സെറ്റപ്പായി. കുറച്ച് സൈസ് കൂടി എന്ന് മാത്രമേ നമുക്ക് ഈ ഡിസ്പ്ലേ ഭാഗത്ത് നിന്ന് പറയാൻ സാധിക്കുള്ളൂ. എന്തായാലും ഡിസ്പ്ലേ കാര്യം ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ലൊരു ഡിസ്പ്ലേ സെറ്റപ്പായിരുന്നു A20യിൽ ഉണ്ടായിരുന്നത്. അപ്ഡേറ്റഡ് വേർഷനിലേക്ക് വന്നപ്പോൾ അത് സാംസങ് കുറയ്ക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രൈസ് ഇന്ത്യയിൽ 12,000 രൂപ മുതലാണ് സ്റ്റാർട്ടിംഗ് പ്രൈസ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ആ ഒരു നല്ല സ്മാർട്ട് ഫോണാണ്. നിങ്ങൾക്കൊരു സെക്കൻഡ് സ്മാർട്ട് ഫോൺ, സാംസങ്ങിൻ്റെ ഒരു സെക്കൻഡ് സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാം. ഇനി ക്യാമറ സെറ്റപ്പ് കൂടുതലായി വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ A20sലേക്ക് മാറിയാൽ മതി. അല്ലെങ്കിൽ A20 എടുക്കുന്നത് വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും രണ്ട് സ്മാർട്ട് ഫോണും നല്ലതാണ്. Android 9 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ നമുക്ക് കിട്ടുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു സാംസങ് ഗാലക്സി A20sനെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ബൈ.